ദ ക്വിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമം അവരതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരാണത് ഡിഗ് ചെയ്തെടുത്തത് ആക്ച്വലി. അപ്പം അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പരതി നോക്കിയപ്പോൾ ഈ ഇത്തരം AI ജനറേറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ, AI ജനറേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ സെമി പോണോഗ്രാഫിക് എന്നൊക്കെ പറയാവുന്ന ചിത്രങ്ങളാണ്. അത് പങ്കുവയ്ക്കുന്ന, അത് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുകൾ, പേജുകൾ ഇൻസ്റ്റാഗ്രാമിലല്ല, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം അക്കൗണ്ടുകളുണ്ട്, ഈ ഫേക്ക് അക്കൗണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള അക്കൗണ്ടുകളുണ്ട്. അപ്പം ഇതൊരു തരം എന്താണ്, റേപ്പിനുള്ള ആഹ്വാനമായിട്ടാണ് അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം. റേപ്പ് ചെയ്യാനുള്ള ആഹ്വാനമാണ്. അതിൽ കാണിക്കുന്ന വളരെ മസ്കുലിനായിട്ടുള്ള ഒരു ഹിന്ദു യുവാവ്, ഹിജാബ് ധരിച്ച ഒരു മുസ്ലിം പെൺകുട്ടി. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രണയം തോന്നിപ്പിക്കുന്ന ചിത്രങ്ങളല്ല ഉണ്ടാക്കുന്നത്. വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ഹിന്ദു യൂത്ത്, വളരെ സബ്മിസീവായിട്ടുള്ളൊരു ഹിജാബി ഗേൾ, അതാണ് അവരുടെ ഒരു നറേഷൻ. അപ്പോൾ എന്തിനാ അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് അവർ പ്രചരിപ്പിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, അതിൻ്റെ ഒരു റിവേഴ്സ് ആയിട്ടുള്ളൊരു കാര്യം പോലും അല്ല അത്. അപ്പോൾ മുസ്ലിം പെൺകുട്ടികളെ പ്രണയം നടിച്ച് എന്താണ് ഖർവാപ്പസ് നടത്തുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. അതാണ് നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാമായിരുന്നു. അങ്ങനെയുമല്ല, ഇത് റേപ്പിനുള്ള ആഹ്വാനം തന്നെയായിട്ടാണ് അത് കാണുന്നത്. അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം റേപ്പാണ്, റേപ്പുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പറ്റാത്തത്ര അശ്ലീലമാണ് അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ റേപ്പ് എന്നുള്ളത് ഒരു യുദ്ധോപകരണമാണ് ഹിന്ദുത്വ ഐഡിയോളജിയെ സംബന്ധിച്ച്. കാരണം സവർക്കർ അദ്ദേഹത്തിൻ്റെ ആദ്യകാല പുസ്തകങ്ങളിൽ, അദ്ദേഹം എഴുതിയിട്ടുള്ള ആദ്യകാല പുസ്തകം, ഹിന്ദുത്വയുടെ എന്താണ് ഉപജ്ഞാതാവ് അദ്ദേഹമാണല്ലോ. അദ്ദേഹം പറയുന്നത് 6 എപ്പോക്സ് ഓഫ് ഗ്ലോറിയസ് ടൈം എന്ന് എന്ത് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം എങ്ങനെയാണ് റേപ്പ് ഒരു യുദ്ധോപകരണമായി മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കേണ്ടതെന്ന് വളരെ വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ശിവാജിയുടെ കാലത്ത് അദ്ദേഹം റേപ്പ് ചെയ്തില്ല, അതിന് അദ്ദേഹം ശിവാജിയെ കുറ്റപ്പെടുത്തുകയാണ്. അതായത് ഈ മുഗൾസുമായിട്ടുള്ള യുദ്ധത്തിലും ഒക്കെ റേപ്പ് ഒരു യുദ്ധോപകരണമായിട്ട് ശിവാജി ഉപയോഗിച്ചില്ല, അങ്ങനെ ഉപയോഗിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പച്ചയ്ക്ക് തന്നെ പറയുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ സിസ്റ്റം, ഹിന്ദുത്വയുടെ ഒരു വാല്യൂ സിസ്റ്റം, അദ്ദേഹം ഹിന്ദുത്വ വിശദീകരിച്ചുകൊണ്ടാണ് അത് എഴുതുന്നത്. ഹിന്ദുത്വയുടെ ഒരു വാല്യൂ സിസ്റ്റം പ്രകാരം ശത്രുവിൻ്റെ സമ്പത്ത്, ശത്രുവിൻ്റെ സ്ത്രീകൾ, ശത്രുവിൻ്റെ സന്താനങ്ങൾ, ഇവയെ കൊല്ലുന്നതിനോ റേപ്പ് ചെയ്യുന്നതോ ധർമ്മത്തിനെതിരല്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഹിന്ദുത്വ ഐഡിയോളജി വളരെ സട്ടിലായിട്ട് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറയുന്നതേ ഉള്ളൂ.